വയനാട് ദുരന്ത ബാധിതർക്ക് കോൺഗ്രസ് 100 വീട്, യൂത്ത് കോൺഗ്രസ് 30 വീട്, അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി വക 100 വീട്, അങ്ങനെ 230 വീട് അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. 2025 ജൂലൈ മാസം 30 പണി തുടങ്ങും എന്നെല്ലാം പറഞ്ഞു. അത് നടന്നില്ല. വലിയ രീതിയിൽ ജയ്ഹിന്ദിൻ്റെ പോസ്റ്ററൊക്കെ എടുത്ത് എല്ലാവരും ട്രോളിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇലക്ഷന് കുറച്ച് ദിവസം മുമ്പ് വീണ്ടും അവർ തല്ലിക്കൂട്ടി കുറച്ച് സ്ഥലമൊക്കെ വാങ്ങി അവർ തറക്കല്ലിടൽ മഹാമഹമൊക്കെ നടത്തി. കോൺഗ്രസിൻ്റെ മുഖമായിട്ടുള്ള രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയൊക്കെ വന്ന് തറക്കല്ലിട്ട് വലിയ കോലാഹലങ്ങളൊക്കെ നടത്തി. അന്ന് ഇന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 10 ദിവസത്തിനകം പണി തുടങ്ങുന്നതാണ് പറഞ്ഞത്. അങ്ങനെ മാർച്ച് കഴിഞ്ഞു, ഏപ്രിൽ കഴിഞ്ഞു, മെയ് കഴിഞ്ഞു, പുതിയ മന്ത്രിസഭ വന്നു. അങ്ങനെ അവസാനം അവർ പണി തുടങ്ങിയിട്ടുണ്ട്. ആ പണിയുടെ വാർത്ത നമുക്കൊന്ന് കാണാം. ഹലോ, കണ്ടില്ലേ? ഇതാണ് പണി തുടങ്ങിയേക്കുന്നത്. കുഴി കുത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അത് നല്ല കാര്യമാണ്. അവരുടെ രീതിക്ക് അനുസരിച്ച് നല്ല കാര്യമാണ്. കാരണം അവസാനം എല്ലാം കൂടിയും ഇട്ടിട്ട് നമ്മൾ പൊട്ടക്കിണറിലിട്ട് മൂടില്ലേ, അങ്ങനെയല്ലേ നമ്മുടെ നാട്ടിൽ നടപ്പ്. അതിന് വേണ്ടിയിട്ട് കുത്തിയേക്കണ കിണറാട്ടോ, അല്ലാണ്ട് വീട് പണിയാൻ വേണ്ടിയിട്ട് വീട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അവസാനം ബാക്കി വരുന്ന ചപ്പും ചവറൊക്കെ ഇട്ട് മൂടാൻ വേണ്ടിയിട്ട് ഒരു കിണർ കുത്തിയിട്ടുണ്ട്. എൻ്റെ പൊന്നാര മക്കളെ, ഇവർക്ക് വേണ്ടിയിട്ട് ഇനിയും നിങ്ങൾ കൈയടിക്കരുത്. പറ്റിപ്പാണ് ഇവരുടെ രക്തത്തിലുള്ളത്. UDF എന്ന് പറഞ്ഞാൽ ഉഡായിപ്പ് മുന്നണി.